എവ്രിവൺ, ലേൺ സിമാറ്റിക്സിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരള PSCയുടെ വാട്ടർ അതോറിറ്റിയുടെ കീഴിൽ വരുന്ന ലാബ് അസിസ്റ്റന്റ് പോസ്റ്റിലേക്കുള്ള എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ എല്ലാവരും തുടങ്ങിയെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമുക്ക് ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് ബോട്ടണിയിലെ ഒരു ടോപ്പിക് പഠിക്കാം. ഓക്കെ, സെൽ സൈക്കിൾ ആൻഡ് സെൽ ഡിവിഷൻ എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യം തന്നെ സെൽ ഡിവിഷൻ നോക്കാം. സെൽ ഡിവിഷൻ എന്ന് പറയുന്നത് ഏത് ലിവിങ് ഓർഗാനിസത്തിന്റെ ലൈഫ് സൈക്കിളിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രോസസ് ആണ്. സെൽ ഡിവിഷനിൽ മെയിൻ ആയിട്ട് DNA റെപ്ലിക്കേഷനും സെൽ ഗ്രോത്തുമാണ് വരുന്നത്. ഒരു സെല്ല് നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം സെല്ലിന് ഒരു ന്യൂക്ലിയസ് ഉണ്ട്. ന്യൂക്ലിയസിന്റെ അകത്ത് അതിന്റെ ജനറ്റിക് മെറ്റീരിയൽ ഉണ്ട്. അതേപോലെ സെല്ലിന് വേറെ കോൺസ്റ്റിറ്റ്യുവൻസ് എല്ലാം ഉണ്ട്. അപ്പൊ ഒരു സെല്ല് ഡിവൈഡ് ചെയ്ത് പുതിയ ഡോട്ടർ സെൽസ് ഉണ്ടാകുമ്പോൾ ഈ സെല്ലിനുണ്ടായിരുന്ന അതേ ആ ഒരു കോൺസ്റ്റിറ്റ്യുവൻസും ജനറ്റിക് മെറ്റീരിയലും എല്ലാം പുതിയ സെൽസിന് പകർന്നു കൊടുക്കണം. ഓക്കെ, അതാണ് സെൽ ഡിവിഷൻ നടക്കുമ്പോൾ നമ്മൾ DNA റെപ്ലിക്കേഷനും സെൽ ഗ്രോത്തും രണ്ട് സ്റ്റെപ്പും നടക്കുന്നു എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മളൊരു സെല്ല് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഇവന്റ്സിൽ കൂടെ ഈ സെല്ല് കടന്നു പോകുന്നുണ്ട്. ഒന്നോ രണ്ടോ പ്രോസസ്സുകളാണ് ഇതിനകത്ത് വരുന്നത്. അപ്പൊ ഈ ഒരു സീക്വൻസിനെ എല്ലാ സ്റ്റെപ്പിനെയും കൂടെ ഒന്നിച്ച് നമ്മൾ വിളിക്കുന്നതാണ് സെൽ സൈക്കിൾ എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് ദ സീക്വൻസ് ഓഫ് ഇവന്റ്സ് ബൈ വിച്ച് എ സെൽ ഡ്യൂപ്ലിക്കേറ്റ്സ് ഇറ്റ്സ് ജീനോം. അതിന്റെ ജീനോം ഡ്യൂപ്ലിക്കേറ്റ്, പുതിയൊരു ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കുക. ആൻഡ് ഇറ്റ് സിന്തസൈസസ് ദ അതർ കോൺസ്റ്റിറ്റ്യുവൻസ്, ബാക്കി സെല്ലിന്റെ കോൺസ്റ്റിറ്റ്യുവൻസ് എല്ലാം ഉണ്ടാക്കുക. ആൻഡ് ഇവൻച്വലി ഇറ്റ് ഡിവൈഡ്സ് ഇൻടു 2 ഡോട്ടർ സെൽസ് ആൻഡ് ഇറ്റ് ഈസ് ടേംഡ് എ സെൽ സൈക്കിൾ. ഓക്കെ, അപ്പൊ ഒരു സെല്ലുണ്ട്, സെല്ലിനകത്തെ ജനറ്റിക് മെറ്റീരിയൽ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നു, അതിന്റെ കോൺസ്റ്റിറ്റ്യുവൻസിനെ ഉണ്ടാക്കുന്നു, അതായത് സെല്ല് ഗ്രോ ചെയ്യണം, എന്നിട്ട് അത് ഡിവൈഡ് ചെയ്ത് പുതിയ സെൽസ് ആകണം. ഓക്കെ, അപ്പൊ ഈ ഒരു പ്രോസസ് എല്ലാം നടക്കുന്നത് ഏതൊക്കെ ഇവന്റ്സിൽ കൂടെയാണെന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് സെൽ സൈക്കിളിൽ എന്തൊക്കെ ഫേസസ് ഉണ്ടെന്ന് നോക്കാം. സെൽ സൈക്കിളിൽ മെയിൻ ആയിട്ട് രണ്ട് ഫേസസ് ആണ് നമ്മൾ പറയുന്നത്, ഇന്റർഫേസും എം ഫേസും. എം ഫേസ് എന്ന് പറയുന്നത് മൈറ്റോസിസ് ഫേസ്. ഓക്കെ, ഇന്റർഫേസ് എന്ന് പറയുന്നത് രണ്ട് എം ഫേസുകൾ, അടുത്തടുത്തുള്ള സക്സസീവ് ആയിട്ടുള്ള എം ഫേസുകൾ തമ്മിലുള്ള ആ ഒരു ഫേസിനാണ് ഇന്റർഫേസ് എന്ന് പറയുന്നത്. ഈ ഇന്റർഫേസിന്റെ സമയത്താണ് സെൽ ആക്ച്വലി ഡിവൈഡ് ചെയ്യാനായിട്ടുള്ള തയ്യാറെടുപ്പുകൾ എടുക്കുന്നത്. ഓക്കെ, റെഡി ആകുന്നത്. ഇപ്പൊ സെല്ല് റെഡി ആകുന്നത് ഈ ഇന്റർഫേസിന്റെ ആ ഒരു സമയത്താണ്. ഓക്കെ, മൈറ്റോസിസ് ഫേസിലാണ് ആക്ച്വൽ സെൽ ഡിവിഷൻ നടക്കുന്നത്. മൈറ്റോസിസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സെല്ല് ഡിവൈഡ് ചെയ്തിട്ട് പുതിയ ഡോട്ടർ സെൽസ് ഉണ്ടാക്കുക, അതിനെയാണ് നമ്മൾ മൈറ്റോസിസ് എന്ന് പറയുന്നത്. അപ്പൊ ആക്ച്വൽ സെൽ ഡിവിഷൻ നടക്കുന്നത് ഏത് ഫേസിലാണെന്ന് ചോദിച്ചാൽ മൈറ്റോസിസ് ഫേസിലാണ്. സെൽ ഡിവിഷന് വേണ്ടി സെല്ല് പ്രിപ്പയർ ചെയ്യുന്നത്, റെഡി ആകുന്നത് ഇന്റർഫേസിലാണ്. അപ്പൊ ഇവിടെ ഒരു ഗ്രാഫ് കാണിച്ചിട്ടുണ്ട്. ഇന്റർഫേസിൽ മെയിൻ ആയിട്ട് നമുക്ക് 3 ഫേസുകൾ ഉണ്ട്. നോക്കൂ, G1 ഫേസ്, S ഫേസ്, G2 ഫേസ്. അത് നമുക്ക് നോക്കാം, ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. പിന്നെ വരുന്നത് നമ്മുടെ എം ഫേസ്. എം ഫേസിൽ തന്നെ പ്രോഫേസ്, മെറ്റാഫേസ്, അനാഫേസ്, ടീലോഫേസ് ഇതെല്ലാം വരുന്നു. അപ്പൊ നമ്മൾ ഈ ചാർട്ട് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു സെൽ ഡിവിഷന്റെ കംപ്ലീറ്റ് ഡ്യൂറേഷൻ എടുക്കുകയാണെങ്കിൽ കൂടുതൽ സമയം എടുക്കുന്നത് ഏതിനാണ്? ഇന്റർഫേസിനാണ് കേട്ടോ. അപ്പൊ ഒരു 95% ഓഫ് ദ ടൈം, സെൽ സൈക്കിളിൽ 95% ടൈം എടുക്കുന്നത് ഏത് ഫേസിന് വേണ്ടിയിട്ടാണ്? ഇന്റർഫേസിനാണ്. മൈറ്റോസിസ് ഫേസിന് കുറച്ച് സമയം എടുക്കുന്നു. അപ്പൊ ടോട്ടൽ സെൽ ഡിവിഷൻ ഇത്ര സമയത്തിന്റെ 95%ഉം ഇന്റർഫേസിന് വേണ്ടിയിട്ടാണ് സെല്ല് ടൈം എടുക്കുന്നത്. അതൊന്ന് ഓർത്തു വെക്കാം കേട്ടോ. കൂടുതൽ സമയം എടുക്കുന്നത് ഇന്റർഫേസിനാണ്. അപ്പൊ നമുക്ക് ഈ ഓരോ ഫേസും എന്താണെന്ന് നോക്കാം. ഇന്റർഫേസ്. ഇന്റർഫേസിനെ നമ്മൾ റെസ്റ്റിംഗ് ഫേസ് എന്നാണ് വിളിക്കുന്നത്. പറഞ്ഞല്ലോ, ഒരു സെല്ല് ഡിവൈഡ് ചെയ്യാനായിട്ട് റെഡി ആകുന്ന ആ ഒരു സമയമാണ് ഇന്റർഫേസ്. അപ്പൊ അതിനെ നമ്മൾ റെസ്റ്റിംഗ് ഫേസ് എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, ഈ ഒരു ഫേസിലാണ് സെൽ ഗ്രോത്തും DNA റെപ്ലിക്കേഷനും നടക്കുന്നത്. നോട്ട് ചെയ്ത് വെക്കാം, ഇന്റർഫേസിലാണ് സെൽ ഗ്രോത്തും DNA റെപ്ലിക്കേഷനും നടക്കുന്നത്. ഇന്റർഫേസിൽ തന്നെ 3 ഫേസസ് ആണ് ഉള്ളത്. G1 ഫേസ്, അതായത് ഗ്യാപ്പ് 1, S ഫേസ്, സിന്തസിസ് ഫേസ്, G2 ഫേസ്, അത് ഗ്യാപ്പ് 2. ഓക്കെ, അപ്പൊ ഈ ഓർഡറിൽ തന്നെ പഠിച്ചു വെക്കാം. G1 ഫേസ്, S ഫേസ്, G2 ഫേസ്. ഓക്കെ, G1 ഫേസിൽ സെൽ എപ്പോഴും ആക്റ്റീവ് ആയിരിക്കും, കണ്ടിന്യൂസ്ലി ഗ്രോ ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ സെല്ലിന്റെ കോൺസ്റ്റിറ്റ്യുവൻസ് എല്ലാം വളർന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് ഈ ഒരു G1 ഫേസ് എന്ന് പറയുന്നത്. ഓക്കെ,
അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് സിന്തസിസ് ഫേസ് ആണ്. അപ്പൊ ആ വാക്കിൽ തന്നെ നമുക്ക് പഠിക്കാം DNA സിന്തസിസും റെപ്ലിക്കേഷനും നടക്കുന്നത് ഈ ഒരു സിന്തസിസ് ഫേസിൽ വെച്ചിട്ടായിരിക്കും. ഓക്കെ, അത് കഴിഞ്ഞ് സെല്ല് G2 ഫേസിലേക്ക് കടക്കുന്നു. G2 ഫേസിലാണ് പ്രോട്ടീൻ സിന്തസിസ് നടക്കുന്നത്. ഓക്കെ, അപ്പൊ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. സെൽ ആക്റ്റീവ് ആകുന്നതും ഗ്രോ ചെയ്യുന്നതും ആദ്യത്തെ ഫേസിൽ, പിന്നെ സിന്തസിസ് നടക്കുന്നു, പിന്നെ പ്രോട്ടീൻസ് സിന്തസിസ് ചെയ്യുന്നു. ഓക്കെ, ഇനി നമുക്ക് ഒരു സ്റ്റേജും കൂടെ പഠിക്കാനുള്ളത് ഒരു ക്വിസന്റ് സ്റ്റേജ് അഥവാ G0 സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു സ്റ്റേജ് ആണ്. അതായത് ഇപ്പൊ ചില സെൽസ് ഇഞ്ചുറിയോ അല്ലെങ്കിൽ ഡെത്തോ സംഭവിച്ചിട്ടുള്ള ചില സെൽസ് എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ G1 ഫേസിൽ നിന്ന് എക്സിസ്റ്റ് ചെയ്യും. G1 ഫേസിൽ നിന്ന് അവരൊരു ഇനാക്റ്റീവ് സ്റ്റേജിലേക്ക് പോകുന്നു. G1 ഫേസ് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഇനാക്റ്റീവ് സ്റ്റേജിലേക്ക് പോകുന്നു. ഓക്കെ, അങ്ങനെയുള്ള ആ ഒരു സ്റ്റേജിന് നമ്മൾ പറയുന്നതാണ് ഈ ക്വിസന്റ് സ്റ്റേജ് അഥവാ G0 സ്റ്റേജ് എന്ന്. ഓക്കെ, അതായത് ഈ സെല്ലിന്റെ ആ ഒരു കേപ്പബിലിറ്റി നശിച്ച അല്ലെങ്കിൽ ഡെഡ് ആയിട്ടുള്ള സെൽസ് ആണ് ഈ ഒരു G0 സ്റ്റേജിലേക്ക് പോകുന്നത് കേട്ടോ. അപ്പൊ ഇഞ്ചുറിയോ അല്ലെങ്കിൽ ഡെത്തോ സംഭവിച്ചിട്ടുള്ള സെല്ലുകൾ എന്ന് പറയുന്നത് G1 ഫേസിൽ നിന്ന് എക്സിസ്റ്റ് ആയിട്ട് ഒരു ഇനാക്റ്റീവ് സ്റ്റേജിലേക്ക് പോകുന്നു. അതിനാണ് നമ്മൾ ഈ ഒരു G0 സ്റ്റേജ് അഥവാ ക്വിസന്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത് സെൽ സൈക്കിളില് കാണുന്ന ഒരു സ്റ്റേജ് ആണ്. അത് നോർമൽ ആയിട്ടുള്ള കേസ് അല്ല, ഈ പറഞ്ഞ പോലെ ഇഞ്ചുറി സംഭവിച്ചിട്ടുള്ളതും ആയിട്ടുള്ള സെൽസ് ആണ്. ഈ സെൽസിനെ ശരിക്കും പറഞ്ഞാൽ റീപ്ലേസ് ചെയ്യും, ബോഡി റീപ്ലേസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്റർഫേസിൽ വരുന്നത്. നെക്സ്റ്റ് നമുക്ക് മൈറ്റോസിസ് ഫേസ് അഥവാ M ഫേസ് നോക്കാം. അപ്പൊ നമ്മുടെ സെല്ലിന്റെ പ്രിപ്പറേഷൻ കഴിഞ്ഞിട്ട് ഡിവിഷന്റെ ആ ഒരു പാർട്ടിലേക്ക് വന്നു. ഓക്കെ, സോ ദ M ഫേസ് അഥവാ മൈറ്റോസിസ് ഫേസ് സ്റ്റാർട്ട്സ് വിത്ത് ദ ന്യൂക്ലിയർ ഡിവിഷൻ. ന്യൂക്ലിയസ് ആണ് ആദ്യം ഡിവൈഡ് ചെയ്യുന്നത്. അപ്പൊ ന്യൂക്ലിയർ ഡിവിഷനെ നമ്മൾ കാരിയോകൈനസിസ് എന്നാണ് പറയാം. ഓക്കെ, അപ്പൊ സ്റ്റാർട്ട് ചെയ്യുന്നത് ന്യൂക്ലിയർ ഡിവിഷനിലും എൻഡ് ചെയ്യുന്നത് സൈറ്റോകൈനസ് അതായത് സൈറ്റോപ്ലാസം ഡിവൈഡ് ചെയ്യുന്നു. ഓക്കെ, സെല്ലിന്റെ ന്യൂക്ലിയസ് ആദ്യം ഡിവൈഡ് ചെയ്യുന്നു, അതിനുശേഷം പതുക്കെ പതുക്കെ ആ ഒരു ബോഡി സൈറ്റോപ്ലാസം ഡിവൈഡ് ചെയ്യുന്നു. അപ്പൊ ആദ്യം കാരിയോകൈനസിസ്, പിന്നെയാണ് സൈറ്റോകൈനസിസ്. ഓക്കെ, നെക്സ്റ്റ് ഈ ഒരു ഡിവിഷൻ എന്ന് പറയുന്നത് ഇക്വേഷണൽ ഡിവിഷൻ എന്നാണ് നമ്മൾ ഇതിനെ പറയുന്നത്. അതായത് പാരന്റിലും ഡോട്ടർ സെൽ അഥവാ പ്രോജനി സെൽസിലും ഉള്ളത് നമ്പർ ഓഫ് ക്രോമസോംസ് സെയിം ആയിരിക്കും. ആണല്ലോ, നമ്മൾ എപ്പോഴും സെല്ല് ഡിവൈഡ് ചെയ്യുമ്പോൾ നമ്പർ ഓഫ് ക്രോമസോംസ് ഒരേപോലെ ആക്കിക്കൊണ്ട് വേണം ഡിവിഷൻ നടത്താൻ. അപ്പോൾ നമ്പർ ഓഫ് ക്രോമസോംസ് ഇൻ ദ പാരന്റ് ആൻഡ് ദ പ്രോജനി സെൽ ഇസ് ദ സെയിം. അപ്പൊ M ഫേസ് അല്ലെങ്കിൽ മൈറ്റോസിസ് എന്ന് പറയുന്നത് ഒരു ഇക്വേഷണൽ ഡിവിഷൻ ആണ്, പഠിച്ചു വെക്കാം. മൈറ്റോസിസിൽ മെയിൻ ആയിട്ട് 4 സ്റ്റേജസ് 4 ഫേസസ് വരുന്നുണ്ട്. ആ ഓർഡറിൽ തന്നെ പഠിക്കുക. പ്രോഫേസ്, മെറ്റാഫേസ്, അനാഫേസ്, ടീലോഫേസ്. പ്രോ, മെറ്റ, അന, ടീലോ. ഓക്കെ, PMAT, പ്രോ, മെറ്റ, ആന, ടീലോ. ഓക്കെ, അപ്പൊ ആദ്യത്തെ പ്രോ ഫേസ് എന്ന് പറയുന്നത് അതിനകത്ത് നമ്മളിപ്പോ പ്രോഫേസിലെ ഒരു സെല്ല് നമ്മൾ വ്യൂ ചെയ്യുകയാണെങ്കിൽ അതിലെ ക്രോമസോമൽ മെറ്റീരിയൽസ് ഒക്കെ ആ ഒരു ശരിക്കും പറഞ്ഞാൽ സെല്ലിനകത്ത് കെട്ടുപിടഞ്ഞിട്ടായിരിക്കും ക്രോമസോംസ് ഇരിക്കുക. അപ്പൊ അതൊക്കെ അൺടാങ്കിൾ ചെയ്ത് അഴിഞ്ഞിട്ടുള്ള ആ ഒരു അവസ്ഥയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. സെല്ല് ഡിവൈഡ് ചെയ്യാൻ തുടങ്ങുകയാണ്. അപ്പോൾ ഈ ക്രോമസോംസ് എല്ലാം കെട്ടഴിഞ്ഞ് ഓക്കെ അത് ഡിവൈഡ് ചെയ്യാനായിട്ട് ഒരുങ്ങുന്നു. നെക്സ്റ്റ് ഇത് നമുക്ക് ഫിഗർ നോക്കിയിട്ടും കൂടെ പഠിക്കാം കേട്ടോ, അപ്പൊ കൂടുതൽ മനസ്സിലാവും. അപ്പൊ ജസ്റ്റ് അതൊന്ന് വായിക്കാം. മെറ്റാഫേസിൽ ഈ ക്രോമസോംസിലേക്ക് ഒരു ഫൈബ്രസ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ വന്ന് അറ്റാച്ച് ചെയ്യുന്നു. അതിനാണ് നമ്മൾ സ്പിൻഡിൽ ഫൈബേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ക്രോമസോംസിലേക്ക് വന്ന് സ്പിൻഡിൽ ഫൈബേഴ്സ് അറ്റാച്ച് ചെയ്യപ്പെടുന്നത് ഏത് ഫേസിലാണ്? മെറ്റാഫേസ്. ഓക്കെ, അതിനുശേഷം ക്രോമസോംസ് ഇക്വേറ്ററിന്റെ ആ ഒരു സെന്ററിന്റെ അവിടേക്ക് മൂവ് ചെയ്യുന്നു. അപ്പൊ ഓരോ ഫേസിലും എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് പഠിക്കണം. അപ്പൊ ക്രോമസോം മെറ്റീരിയൽ അൺടാങ്കിൾ ചെയ്തു, അതിനുശേഷം മെറ്റാഫേസിൽ സ്പിൻഡിൽ ഫൈബേഴ്സ് വന്ന് അറ്റാച്ച് ചെയ്യപ്പെടുന്നു. ഈ ക്രോമസോമിന്റെ സെൻട്രൽ പോർഷനെ പറയുന്നതാണ് ഈ കൈനറ്റോകോഴ്സ് കേട്ടോ. അപ്പൊ കൈനറ്റോകോഴ്സിലേക്ക് വന്നിട്ട് സ്പിൻഡിൽ ഫൈബർ അറ്റാച്ച് ചെയ്യുന്നു, അത് ഇക്വേറ്ററിന്റെ അവിടേക്ക് മൂവ് ചെയ്യുന്നു. നെക്സ്റ്റ് അനാഫേസിലേക്ക് വരുമ്പോൾ ഈ ക്രോമസോംസ് എന്ത് ചെയ്യുന്നു? സ്പ്ലിറ്റ് ചെയ്തിട്ട് അതിന്റെ ഓരോരോ സ്ട്രാൻഡുകൾ, ക്രോമാറ്റിഡ്സ് എന്നാണ് ക്രോമസോമിന്റെ ഓരോ സ്ട്രാൻഡിനെ നമ്മൾ പറയുന്നത്. ഈ ക്രോമാറ്റിഡ്സ് സെപ്പറേറ്റ് ആകുന്നു, എന്നിട്ട് അവർ അറ്റത്തേക്ക് പോൾസിലേക്ക് മൂവ് ചെയ്യുന്നു. അപ്പോൾ ക്രോമാറ്റിഡ്സ് സെപ്പറേറ്റ് ആയി പോൾസിലേക്ക് മൂവ് ചെയ്യുന്നത് അനാഫേസിലാണ്. ഓക്കെ, അപ്പോൾ ആദ്യം ആ ഓർഡറിൽ പഠിക്കുക. ആദ്യം അൺടാങ്കിൾ ചെയ്തു, ഫൈബർ വരുന്നു, അത് ഇക്വേറ്ററിലെത്തി, പിന്നെ ഈ ഫൈബർ അതിനെ വലിച്ച് അറ്റത്തേക്ക് കൊണ്ടുപോകുന്നു, ഇങ്ങനെ മുറിച്ച് അറ്റത്തേക്ക് കൊണ്ടുപോകുന്നു, അങ്ങനെ ആലോചിക്കാം. ഓക്കെ, നെക്സ്റ്റ് ടീലോ ഫേസ്, ഫൈനൽ ഫേസിലേക്ക് വരുമ്പോൾ ഈ ക്രോമസോംസ് ആ പോൾസിലേക്ക് എത്തിക്കഴിഞ്ഞു.
ഓക്കെ. അപ്പൊ അതിനകത്ത് നമ്മൾ നോക്കുകയാണ് ഈ ക്രോമസോം ക്ലസ്റ്റേഴ്സ് അറ്റത്ത് എത്തിയിട്ടുണ്ടാവും. ഓക്കെ. അപ്പൊ അവരുടെ ഐഡന്റിറ്റി പോയിട്ടുണ്ടാവും. അതായത് ഇപ്പൊ ക്രോമസോംസ് സ്പ്ലിറ്റ് ചെയ്തിട്ട് വേറെ വേറെ ആയിട്ടുണ്ടാവും. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ന്യൂക്ലിയർ എൻവലപ്പ് പുതിയതായിട്ടുള്ള, അതായത് സെല്ല് ഡിവൈഡ് ചെയ്യണമെങ്കിൽ പുതിയ ന്യൂക്ലിയസ് വരണം. അപ്പൊ ഈ ന്യൂക്ലിയർ എൻവലപ്പ് ആ ഒരു ഇതിന് ചുറ്റും വരുന്നതായിട്ട് നമുക്ക് കാണാം. പിന്നെ ഈ പറഞ്ഞ സെൽ ബാക്കിയുള്ള കോൺസ്റ്റിറ്റ്യുവൻസ്, അതായത് ന്യൂക്ലിയോലസ്, ഗോൾജി കോംപ്ലക്സ്, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എല്ലാം റീഫോം ചെയ്യുന്നതായിട്ടും കാണാം. അപ്പൊ ഇതെല്ലാം ടീലോഫേസിലാണ് നടക്കുന്നത്. അപ്പൊ നമുക്ക് ഇതൊന്നും കൂടി ഫിഗർ നോക്കിയിട്ട് ഒന്ന് പഠിക്കാം. നോക്കൂ, കണ്ടോ, പ്രോഫേസിലെ ക്രോമാറ്റിഡ്സിന്റെ നാരുകളെല്ലാം അൺടാങ്കിൾ ചെയ്തു. ഓക്കെ, കണ്ടോ, അൺടാങ്കിൾ ചെയ്തു. ഇപ്പൊ ഇവിടെ തന്നെ നോക്കി കഴിഞ്ഞാൽ മെംബ്രെയിൻ പൊട്ടി പൊട്ടി ആ ന്യൂക്ലിയർ മെംബ്രെയിൻ കണ്ടോ, അത് പൊട്ടുന്നതായിട്ട് കാണാം. പിന്നെ മെറ്റാഫേസിലേക്ക് കടക്കുമ്പോൾ പതുക്കെ പതുക്കെ അതാ സ്പിൻഡിൽ ഇതാണ് ക്രോമസോംസ്. അതിന്റെ ഓരോ സ്ട്രാൻഡിന്, ഓരോരോ ഹാൻഡിന് നമ്മൾ ക്രോമാറ്റിഡ്സ് എന്ന് പറയുന്നു. ആ സെന്ററിൽ ഒരു വൈറ്റ് പോർഷൻ കണ്ടോ, അതാണ് അതിന്റെ കൈനറ്റോകോഴ്സ് നമ്മൾ പറയുന്നത്. അപ്പൊ ഈ ഫൈബേഴ്സ് ചെന്നിട്ട് ആ സെന്ററിൽ അറ്റാച്ച് ചെയ്യും, കണ്ടോ. എന്നിട്ട് അത് ഇതാ ഇക്വേറ്റർ സെന്ററിൽ വന്നു. അപ്പൊ മെറ്റാഫേസിൽ എന്തൊക്കെ സംഭവിച്ചു, അത് നമ്മൾ ഇങ്ങനെ വിഷ്വലൈസ് ചെയ്ത് പഠിക്കുക കേട്ടോ. അപ്പൊ ആദ്യം ഈ ഫൈബർ വന്ന് ഇക്വേറ്ററിൽ എത്തുന്നു, മെറ്റാഫേസ്. പിന്നെ നമ്മൾ പറഞ്ഞ അനാഫേസ് ആവുമ്പോഴേക്കും ഇവരെ സ്പ്ലിറ്റ് ആക്കിയിട്ട് ക്രോമാറ്റിഡ്സ് ഫർദർ പോൾസിലേക്ക്, കണ്ടോ, പോൾസിലേക്ക് മൂവ് ചെയ്തു. ടീലോഫേസിലാവുമ്പോഴേക്കും ആ ന്യൂക്ലിയർ എൻവലപ്പ് ഒക്കെ വന്ന്, കണ്ടോ, ന്യൂക്ലിയർ എൻവലപ്പ് ഒക്കെ വന്നിട്ട് അത് ഏകദേശം ഡിവൈഡ് ചെയ്യാനായിട്ട് റെഡിയായി. കണ്ടോ, പുതിയ ന്യൂക്ലിയസിലേക്ക് ഫോർമേഷനിലേക്ക് വരുന്നു. സെല്ല് കണ്ടോ സെന്ററിൽ നിന്ന് പതുക്കെ ഡിവൈഡ് ചെയ്യാനായിട്ട് വന്നു, കണ്ടോ. അപ്പൊ അതെ വീണ്ടും ഇന്റർഫേസിലേക്ക് കടന്നു. അത് അതായത് അടുത്ത ഡിവിഷന് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്, കണ്ടോ. ഇതിങ്ങനെ സീക്വൻസ് ആയിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. ഏത് എം ഫേസ് കഴിഞ്ഞാൽ പിന്നെ ഇന്റർഫേസ്, പിന്നെ വീണ്ടും അത് എം ഫേസ്, അങ്ങനെ. അതാണ് ഈ സ്റ്റെപ്പ് കഴിഞ്ഞിട്ട് വീണ്ടും ഇന്റർഫേസ് എന്ന് കാണിച്ചിട്ടുള്ളത്. അപ്പൊ ഈ ഫിഗർ മനസ്സിൽ ഓർത്തുകൊണ്ട് ഓരോ ഫേസിലും എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ പഠിക്കണം. അപ്പൊ ഇത്രയാണ് നമ്മുടെ ഇന്റർഫേസും മൈറ്റോസിസ് ഫേസിലും വരുന്ന ആ സ്റ്റെപ്പുകൾ. അടുത്ത നമ്മൾ പറഞ്ഞല്ലോ കാരിയോകൈനസിസ്, അതായത് ന്യൂക്ലിയർ ഡിവിഷൻ നടന്നതിന് ശേഷമാണ് സൈറ്റോകൈനസിസ്, അതായത് നമ്മുടെ സെൽ ഡിവിഷൻ നടക്കുന്നത്. ഓക്കെ. ഇനി ഇൻ സം ഓർഗാനിസംസ് കാരിയോകൈനസിസ് ഇസ് നോട്ട് ഫോളോഡ് ബൈ സൈറ്റോകൈനസിസ്. ചില ഓർഗാനിസത്തിൽ ഈ ന്യൂക്ലിയസ് ഡിവൈഡ് ചെയ്തതിന് ശേഷം സെല്ല് ഡിവൈഡ് ചെയ്യുന്നില്ല, അതിന്റെ സൈറ്റോപ്ലാസം ഡിവൈഡ് ചെയ്യുന്നില്ല. അപ്പൊ നമുക്ക് എന്താണ്, മൾട്ടി ന്യൂക്ലിയേറ്റഡ് കണ്ടീഷനിൽ അത് വരും. അതായത് ഒരു സെല്ലിനകത്ത് തന്നെ ഒന്നിലധികം ന്യൂക്ലിയസ് വരും, മൾട്ടി ന്യൂക്ലിയേറ്റഡ്. അങ്ങനെ ഉണ്ടാകുന്നതിനെ നമ്മൾ സിൻസിറ്റിയം എന്നാണ് പറയുന്നത്, സിൻസിറ്റിയം. ഓക്കെ. അപ്പൊ അതിനൊരു എക്സാമ്പിൾ ആണ് നമ്മുടെ കോക്കനട്ടിൽ വരുന്ന ആ ഒരു ലിക്വിഡ് എൻഡോസ്പെർം എന്ന് പറയുന്നത്. അതായത് നമ്മുടെ തേങ്ങയിൽ വരുന്ന ആ ഒരു വെള്ളം, തേങ്ങാ വെള്ളം എന്ന് പറയുന്നത് ഈ സിൻസിറ്റിയത്തിന് എക്സാമ്പിൾ ആണ്. അതായത് സെല്ലില് കാരിയോകൈനസിസ് നടന്നു, അതായത് ന്യൂക്ലിയസ് ഡിവൈഡ് ചെയ്തു, പക്ഷെ സൈറ്റോപ്ലാസം ഡിവൈഡ് ചെയ്യുന്നില്ല. അപ്പോൾ മൾട്ടി ന്യൂക്ലിയേറ്റഡ് കണ്ടീഷനിലേക്ക് അത് വന്നു. അങ്ങനെ വരുന്നതിന് നമ്മൾ സിൻസിറ്റിയം എന്ന് പറയുന്നു. അതിന് എക്സാമ്പിൾ ആണ് ലിക്വിഡ് എൻഡോസ്പെർം ഇൻ കോക്കനട്ട്. ആ തേങ്ങയിലുള്ള ആ വെള്ളത്തിന് നമ്മൾ ലിക്വിഡ് എൻഡോസ്പെർം എന്ന് പറയുന്നുള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ ഓൾറെഡി പറഞ്ഞു മൈറ്റോസിസ് എന്ന് പറയുന്നത് എന്താ, സെല്ല് ഡിവൈഡ് ചെയ്യുന്ന, സെൽ ഗ്രോത്ത് നടന്നതിന് ശേഷം സെല്ല് ഡിവൈഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ സിംപ്ലി മൈറ്റോസിസ് എന്ന് പറയുന്നത്. ഓക്കെ. നെക്സ്റ്റ് നമുക്ക് മിയോസിസ് എന്താണെന്ന് നോക്കാം. ഓക്കെ, മിയോസിസ്. അപ്പൊ നമ്മൾ പറഞ്ഞു മൈറ്റോസിസ് ഇക്വേഷണൽ ഡിവിഷൻ ആണെന്ന് പറഞ്ഞു. ക്രോമസോമിന്റെ എണ്ണം മാറുന്നില്ല, അതാണ് നമ്മൾ മൈറ്റോസിസിൽ പഠിച്ചത്. ഓക്കെ. അതിൽ തന്നെ സെൽ സൈക്കിളിൽ വരുന്ന ഇന്റർഫേസും നമ്മുടെ മൈറ്റോസിസ് ഫേസും ഒക്കെ നമ്മൾ പഠിച്ചു. ഇനി മിയോസിസ് എന്ന് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രോമസോം നമ്പർ ഹാഫ് ആകുന്നു. അതായത് റീപ്രൊഡക്ഷന്റെ ഒക്കെ സമയത്താണ് നമുക്ക് ഈ ഒരു മിയോസിസിന്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. ആലോചിച്ച് നോക്കൂ, നമ്മൾ റീപ്രൊഡക്ഷൻ ചെയ്യുന്ന സമയത്ത് പാരൻസിനുള്ള അതേ ക്രോമസോംസ് തന്നെ ഡോട്ടർ സെൽസിന്, അതായത് ഉണ്ടാകുന്ന കുഞ്ഞിനും ഉണ്ടാകുന്നു. അപ്പൊ ഈ ക്രോമസോംസിന്റെ എണ്ണം ഡബിൾ ചെയ്തുകൊണ്ട് വന്നാൽ ശരിയാവില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ഈ സെൽ ഡിവിഷന്റെ സമയത്ത് ക്രോമസോമിന്റെ എണ്ണം ഹാഫ് ആക്കിക്കൊണ്ട് 2 ഡോട്ടർ സെൽസ് ഫ്യൂസ് ചെയ്യുന്നു. അങ്ങനെയാണ് റീപ്രൊഡക്ഷനിൽ നടക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ക്രോമസോമിന്റെ എണ്ണം ഹാഫ് ചെയ്തിട്ട് പകുതിയാക്കിക്കൊണ്ടുള്ള
സെൽ ഡിവിഷനെ പറയുന്നതാണ് മിയോസിസ് എന്ന് കേട്ടോ. അപ്പൊ സെൽ ഡിവിഷൻ ദാറ്റ് റെഡ്യൂസസ് ദ ക്രോമസോം നമ്പർ ബൈ ഹാഫ്. അങ്ങനെ നമുക്ക് കിട്ടുന്നത് ഡിപ്ലോയിഡ് അല്ല, ഹാപ്ലോയിഡ്. അങ്ങനെയുള്ള സെൽസിനെ നമ്മൾ പകുതി എണ്ണം പകുതിയാകുന്നതിനാണ് ഈ ഹാപ്ലോയിഡ് എന്ന് പറയുന്നത്. അപ്പൊ ഹാപ്ലോയിഡ് സെൽസ് ആണ് നമുക്ക് കിട്ടുക. ഓക്കെ, അപ്പൊ ഇത് മെയിൻ ആയിട്ട് റീപ്രൊഡക്ഷന്റെ സമയത്താണ് മിയോസിസ് നടക്കുന്നത്. മിയോസിസിൽ നമുക്ക് ഇതേപോലെ പല ഫേസുകൾ ഉണ്ട്. അതിൽ തന്നെ മിയോസിസ് 1 ഉണ്ട്, മിയോസിസ് 2 ഉണ്ട്. അപ്പൊ ആദ്യം മിയോസിസ് 1, പിന്നെ മിയോസിസ് 2. മിയോസിസ് 2 എന്നത് ഈക്വൽ ടു മൈറ്റോസിസ് ആണ് കേട്ടോ. മിയോസിസ് 2 എന്ന് പറഞ്ഞാൽ ശരിക്കും എന്ത് തന്നെയാണ്? മൈറ്റോസിസ് തന്നെയാണ് നമ്മൾ മിയോസിസ് 2 എന്ന് പറയുന്നു എന്നുള്ളൂ. അപ്പൊ ഈ പറഞ്ഞ പ്രോഫേസ് 2, മെറ്റാഫേസ് 2, അനാഫേസ് 2, ടിലോഫേസ് 2 എന്ന് പറഞ്ഞാലും ശരിക്കും ഇത് എന്ത് തന്നെയാ? മൈറ്റോസിസിൽ എന്തൊക്കെ നടക്കുന്നു, എന്തൊക്കെ നമ്മൾ പഠിച്ചു, അതൊക്കെ തന്നെയാണ് മിയോസിസ് 2ലും നടക്കുന്നത്. അപ്പൊ നമുക്ക് മിയോസിസ് 1, മിയോസിസിൽ വരുന്ന ആദ്യത്തെ ഫേസ് ആയ മിയോസിസ് 1ൽ എന്തെല്ലാമാണ് നടക്കുന്നത് എന്ന് നോക്കാം. മിയോസിസ് 1ല് ആദ്യത്തെ സ്റ്റേജ് നമ്മൾ പറയുന്നത് പ്രോഫേസ് 1. അതിൽ നടക്കുന്നത് എന്തൊക്കെയാണെന്ന് ചോദിച്ചാല് ആ സ്റ്റെപ്സ്, ആ ഫേസസ് ആണ് നമ്മൾ പറയുന്നത്. ലെപ്റ്റോറ്റീൻ, സൈഗോട്ടീൻ, പാക്കൈറ്റീൻ, ഡിപ്ലോറ്റീൻ, ഡയാകൈനസിസ്. ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലൊക്കെ ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഈ സെൽ സൈക്കിളിന്റെ ഭാഗത്തുനിന്ന് ഈ ഒരു പ്രോഫേസ് 1ന്റെ സ്റ്റേജസ് എന്ന് ക്വസ്റ്റ്യൻസ് ചോദിച്ചു കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ പറഞ്ഞ സ്റ്റേജുകളൊക്കെ ഏതിലാണ് വരുന്നത്? മിയോസിസിന്റെ ഭാഗമായ പ്രോഫേസ് 1ലാണ് ഈ പറഞ്ഞ സ്റ്റേജസ് കാണുന്നത്. അതിൽ ആദ്യത്തെ ഫേസ് ആണ് ലെപ്റ്റോറ്റീൻ ഫേസ് എന്ന് പറയുന്നത്. ലെപ്റ്റോറ്റീൻ ഫേസിലാണ് ക്രോമസോമുകളെല്ലാം കണ്ടൻസ് ചെയ്യുന്നു, ക്രോമസോം കണ്ടൻസ് ചെയ്യുന്നു. ഓക്കെ, അടുത്ത സ്റ്റേജ് ആണ് സൈഗോട്ടിൻ. സൈഗോട്ടിൻ സ്റ്റേജിലാണ് ക്രോമസോംസ് പെയർ ചെയ്യാന്ന് പറയും. അതിന് നമ്മൾ സിനാപ്സിസ് എന്നാണ് പറയുന്നത്. അപ്പൊ ക്രോമസോമുകൾ, അതായത് ഈ രണ്ടെണ്ണം ഒട്ടിയിരിക്കും, അതാണ് പെയർ ചെയ്യാന്ന് പറയുന്നത്. അപ്പൊ ഈ പറഞ്ഞ പെയർഡ് ക്രോമസോമിനെ നമ്മൾ ഹോമോലോഗസ് ക്രോമസോംസ് എന്നാണ് വിളിക്കുന്നത്. അപ്പോ ആലോചിക്കുക, ക്രോമസോംസ് പെയർ ചെയ്തുകൊണ്ടുള്ള സ്ട്രക്ചേഴ്സിനെ നമ്മൾ ഹോമോലോഗസ് ക്രോമസോംസ് എന്ന് വിളിക്കുന്നു. ഈ പെയറിംഗ് നടക്കുന്നത് ഏത് ഫേസിലാണ്? സൈഗോട്ടീൻ എന്ന് പറയുന്ന പ്രോഫേസ് 1ലാണ് പെയറിംഗ്, സൈഗോട്ട് പെയറിംഗ് എന്ന് ആലോചിക്കുക. അപ്പൊ സൈഗോട്ടീൻ ക്രോമസോംസ് പെയർ ചെയ്യുന്നു. ഓക്കെ, എന്നിട്ട് ഒരു കോംപ്ലക്സ് സ്ട്രക്ചർ ഫോം ചെയ്യുന്നു. അതിനെ നമ്മൾ വിളിക്കുന്നത് സിനാപ്റ്റോനീമൽ കോംപ്ലക്സ് എന്നാണ്. ക്രോമസോമുകൾ ഒന്നിച്ച് ഒട്ടി ഇങ്ങനെ ഇരുന്നിട്ട് അതിന് ഒരു കോംപ്ലക്സ് സ്ട്രക്ചറായി മാറുന്നു. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സിനാപ്റ്റോനീമൽ കോംപ്ലക്സ്. ഓക്കെ, അപ്പൊ ഇതിന് നമ്മൾ ബൈവാലന്റ് അഥവാ ഒരു ടെട്രാഡ് എന്ന് പറയുന്നു. കാരണം എന്താ? പെയേഴ്സ് അല്ലേ, 2 പേരുണ്ടല്ലോ, അതാണ് ടെട്രാഡ്. 2 പേരെന്ന് പറയുമ്പോൾ 4 സ്ട്രാൻഡുകൾ ഉണ്ടാവും, അതാണ് ടെട്രാഡ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത സ്റ്റേജ് ആണ് പാക്കൈറ്റീൻ. അവിടെയാണ് റീകോമ്പിനേഷൻ നൊഡ്യൂളുകൾ വരുന്നത്. ഇപ്പൊ നോക്കൂ, ഈ ക്രോമസോംസ് ഈ മിയോസിസിന്റെ സമയത്ത് ഈ ക്രോമസോംസ് ഈ ഒട്ടിയിരിക്കുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ തമ്മിൽ ജനറ്റിക് മെറ്റീരിയൽ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യും. അങ്ങനെയാണ് ഈ ഒരു റീപ്രൊഡക്ഷന്റെ സമയത്ത് ക്യാരക്ടേഴ്സ് മിക്സിംഗ് വരുന്നത്. ഓക്കെ, അപ്പൊ അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ക്രോസിംഗ് ഓവർ. അപ്പൊ നമ്മുടെ ക്രോമസോംസിനകത്തുള്ള ജനറ്റിക് മെറ്റീരിയൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യാം? ക്രോസ് ചെയ്യുക, അങ്ങനെ ആലോചിക്കുക. അപ്പൊ അതാണ് ക്രോസിംഗ് ഓവർ. അവിടെയാണ് അവർ എക്സ്ചേഞ്ച് ചെയ്യുന്നത്. അപ്പൊ ക്രോസിംഗ് ഓവർ നടക്കുന്നത് പാക്കൈറ്റീൻ കേട്ടോ. പാക്കൈറ്റീൻ ആ ഒരു സ്റ്റേജിലാണ് ക്രോസിംഗ് ഓവർ നടക്കുന്നത്. ക്രോസിംഗ് ഓവർ എന്താണെന്നും കൂടെ പഠിച്ചിരിക്കുക. ഇറ്റ് ഈസ് ദ എക്സ്ചേഞ്ച് ഓഫ് ജനറ്റിക് മെറ്റീരിയൽ ബിറ്റ്വീൻ 2 ഹോമോലോഗസ് ക്രോമസോംസ്. അപ്പോൾ ഈ ക്രോസിംഗ് ഓവറിനെ സഹായിക്കുന്ന ഒരു എൻസൈം ഉണ്ട്, അതിനാണ് റീകോംബിനേസ് എന്ന് പറയുന്നത്. പഠിച്ചിരിക്കുക, റീകോംബിനേസ് ആണ് ക്രോസിംഗ് ഓവറിന് സഹായിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ലെപ്റ്റോട്ടീൻ, സൈഗോട്ടീൻ, പാക്കൈറ്റീൻ പഠിച്ചു. അടുത്തതാണ് ഡിപ്ലോട്ടീൻ. അപ്പൊ നേരത്തെ നമ്മൾ പറയുന്ന ആ ഒരു ബൈവാലന്റ് ആയിട്ടുള്ള ഒട്ടിയിരിക്കുന്ന ആ ഒരു ക്രോമസോംസ് എല്ലാം എന്ത് ചെയ്യുക? സെപ്പറേറ്റ് ചെയ്യുക. ഓക്കെ, അങ്ങനെ സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ഫോം ചെയ്യുന്നതിന് നമ്മൾ പറയുന്ന പേരാണ് ഖിയസ്മാറ്റ എന്ന് കേട്ടോ. ഖിയസ്മാറ്റ. അപ്പൊ ഈ ഖിയസ്മാറ്റ ഏത് സ്റ്റേജിലാണ് ഉണ്ടാകുന്നത്? ഡിപ്ലോട്ടീൻ. ഓക്കെ, ഈ സിനാപ്റ്റോനീമൽ കോംപ്ലക്സ് ഏതിലാണ്? സൈഗോട്ടീൻ. ഓക്കെ, റീകോംബിനന്റ് നോഡ്യൂൾസ് ഏതിലാണ്? പാക്കൈറ്റീൻ. ഇത് നമ്മൾ കാണാതെ പഠിക്കണം. ഓരോ സ്റ്റേജിലും എന്തെല്ലാം മാറ്റങ്ങൾ വരുന്നു എന്നുള്ളത് നമ്മൾ പഠിക്കണം. ഇതെല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് ആണ് ഡയാകൈനസിസ്.
അതായത് ക്രോമസോംസ് കംപ്ലീറ്റ്ലി കണ്ടൻസ് ചെയ്തു. ഈ ഹോമോലോഗസ് നേരത്തെ ഒട്ടിപ്പിടിച്ചിരുന്ന ഹോമോലോഗസ് ക്രോമസോംസ് സെപ്പറേറ്റ് ചെയ്യാൻ തുടങ്ങാണ്. പുതിയ ന്യൂക്ലിയർ എൻവലപ്പ്, പുതിയതല്ല, ഉണ്ടായിരുന്ന ന്യൂക്ലിയർ എൻവലപ്പ് അവിടെ ബ്രേക്ക് ഡൗൺ ചെയ്യാനായിട്ട് തുടങ്ങും. അതാണ് ഡയാകൈനസിസ്. കൈനസിസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ബ്രേക്ക് ചെയ്യുന്നത് തന്നെയാണ് കേട്ടോ. അപ്പൊ ക്രോമസോംസ് കണ്ടൻസ് ചെയ്തു, അവരുടെ ക്രോസിംഗ് ഓവറും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ട് അവര് സെപ്പറേറ്റ് ചെയ്യാൻ തുടങ്ങുകയാണ്. ഓക്കെ, അപ്പൊ ഇത്രയും സ്റ്റേജ് ആണ് പ്രോഫേസ് 1 വരുന്നത്. അപ്പൊ നമുക്ക് ഫിഗറും കൂടെ നോക്കിയിട്ട് പഠിക്കാം. അപ്പൊ കുറച്ചും കൂടെ എളുപ്പമാണ്. അപ്പൊ നമുക്ക് ഇതൊന്നും കൂടെ ഒന്ന് റിവൈസ് ചെയ്യാം കേട്ടോ. ഫിഗർ നോക്കൂ. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലെപ്റ്റോട്ടീനിൽ നമ്മൾ എന്താ പറഞ്ഞ, ലെപ്റ്റോട്ടീൻ എന്ന് പറയുന്ന സ്റ്റേജിലാണ് ന്യൂക്ലിയർ മെംബ്രെയിൻ ഇങ്ങനെ റപ്ചർ ചെയ്യാൻ പോകുന്ന പോലെ നമുക്ക് കാണാം. അതേപോലെ ഇവിടെ നമുക്ക് ക്രോമസോംസ് കാണാം കണ്ടോ. ക്രോമസോംസ് ഇവര് കണ്ടൻസ് ചെയ്യാൻ തുടങ്ങാണ്. അതായത് അടുത്തടുത്ത് വരുന്നുണ്ട്, ഒന്നിച്ച് കൂടി ചേരാനായിട്ട് തുടങ്ങാണ്. സൈഗോട്ടീനിൽ വരുമ്പോ അവര് കണ്ടൻസ് ചെയ്തു, കണ്ടോ നോക്കിയേ, ഒട്ടിപ്പിടിച്ചു, അത് സ്റ്റാർട്ട് ചെയ്യാണ്. ഇങ്ങനെ ഉണ്ടാകുന്ന കോംപ്ലക്സുകൾ നമ്മൾ സിനാപ്റ്റോനീമൽ കോംപ്ലക്സ് എന്ന് പറയുന്നു. സിനാപ്സിസ് ബിഗിൻ ചെയ്യുന്നു. സിനാപ്സിസ് എന്ന് പറയുമ്പോൾ 2 പേര് കേട്ടോ. അപ്പൊ ഇവിടെ നോക്കിയേ 1 2 3 4 കണ്ടോ, 4 കാലികളായിട്ട് നമുക്ക് കാണാം, ഹാൻഡ്സ് ആയിട്ട് കാണാം, സ്ട്രാൻഡ്സ് ആയിട്ട്. അതാണ് നമ്മൾ ടെട്രാഡ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ വീണ്ടും നോക്കുകയാണെങ്കിൽ ഇതേപോലെ തന്നെ കോംപ്ലക്സ് ഫോർമേഷൻ കംപ്ലീറ്റ് ആയി. ഇങ്ങനെ അതിന് ശേഷം ഇവിടെ നോക്കി എക്സ്ചേഞ്ച് ചെയ്യുന്ന പോലെ അവർ കളർ ചേഞ്ചിൽ കാണിച്ചിട്ടുണ്ട്. ആ നീലയും റെഡും ആയിട്ട് കാണിച്ചത് തന്നെ കളർ ചേഞ്ച് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യുന്നു എന്ന് കാണിക്കാനാണ്. അതായത് ജനറ്റിക് മെറ്റീരിയൽ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യുന്നു, ക്രോസിംഗ് ഓവർ നടക്കുന്നു. അപ്പൊ ഇങ്ങനെയുള്ള ആ ഒരു ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കണ്ടോ കയസ്മാറ്റ. കണ്ടോ കയസ്മാറ്റ, ക്രോസിംഗ് ഓവർ നടന്നു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് വീണ്ടും ഡയാകൈനസിസിലേക്ക് വരുമ്പോൾ ഇവര് സെപ്പറേറ്റ് ആയിട്ട് പോണുണ്ടോ, മാറി മാറി പോണുണ്ടോ. ഓക്കെ, കണ്ടോ. അപ്പൊ ന്യൂക്ലിയർ മെമ്പറൈൻ കംപ്ലീറ്റ് ആയിട്ട് റപ്ചർ ചെയ്യാൻ പോകുന്നു. അപ്പൊ നമ്മുടെ പ്രോഫേസ് 1 കഴിഞ്ഞു കണ്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ മിയോസിസിന്റെ ഒരു ഫേസേ കഴിഞ്ഞിട്ടുള്ളൂ, പ്രോഫേസ് 1 കഴിഞ്ഞിട്ടുള്ളൂ. ഇതിൽ തന്നെ ഓരോ സ്റ്റേജിലും എന്തെല്ലാം സംഭവിക്കുന്നു എന്നുള്ളത് നമ്മൾ കാണാതെ പഠിക്കണം. അപ്പൊ ഈ കോംപ്ലക്സ് ഫോം ചെയ്യുന്നത് ഏത് ഫേസിലാണ്, സിനാപ്സിസ് തുടങ്ങുന്നത് ഏത് ഫേസിലാണ് കേട്ടോ, ക്രോസിംഗ് ഓവർ നടക്കുന്നത് എവിടെയാണ്, അവർ സെപ്പറേറ്റ് ചെയ്യുന്നത് ഏത് ഫേസിലാണെന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ പഠിക്കണം, ഓർഡറിൽ പഠിക്കണം. അപ്പൊ നമുക്ക് അടുത്ത ഫേസ് നോക്കാം കണ്ടോ. ഇതിലവര് പ്രോഫേസ് 1 കുറച്ചും കൂടെ കോമ്പാക്റ്റ് ആയിട്ട് കാണിച്ചിട്ടുള്ളൂ. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ സ്റ്റേജുകളെല്ലാം കഴിഞ്ഞ് ക്രോസിംഗ് ഓവറും കഴിഞ്ഞ് അവർ സെപ്പറേറ്റഡ് ആയി ന്യൂക്ലിയസും ബ്രേക്ക് ചെയ്ത് പ്രോഫേസ് 1 കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മെറ്റാഫേസ്. മെറ്റാഫേസിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എന്താ, ഈ ക്രോമസോംസ് എല്ലാം ഈക്വേറ്ററിലേക്ക് വരുന്നു, സ്പിൻഡിൽ ഫൈബേഴ്സ് വരുന്നു കണ്ടോ. പിന്നെ ആനാഫേസിലേക്ക് കടന്നു. ആനാഫേസിൽ എന്താണ്, ഇതേപോലെ ഇവരുടെ ക്രോമാറ്റിഡ്സ് സെപ്പറേറ്റ് ആയി പോൾസിലേക്ക് പോയി. പിന്നെ ടീലോഫേസിൽ പുതിയ ന്യൂക്ലിയർ മെംബ്രെയിൻ വന്ന് അവർ സെപ്പറേറ്റഡ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ മൈറ്റോസിസ് പോലെയല്ല, മിയോസിസിൽ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കണ്ടോ, ഇവിടെ ഡയാഡ് ഓഫ് സെൽസ് ആണ് കണ്ടോ, ഈ രണ്ടെണ്ണം അങ്ങോട്ടും ഇങ്ങോട്ടും പോയി, അതാണ് ഡയാഡ്. അപ്പൊ ടീലോഫേസ് 1 ഡയാഡ് ഓഫ് സെൽസ് ആണ് ഫോം ചെയ്യുന്നത്. ഓക്കെ, ഈ ബേസിക് ആയിട്ടുള്ള ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാ ഫേസിലും ഒരേപോലെ തന്നെയാണ് നടക്കണം. ഇവിടെ ക്രോമസോംസ് ക്രോസിംഗ് ഓവർ നടന്ന് അവരുടെ നമ്പർ ഹാഫ് ആകും. അതായത് ക്രോമസോമൽ നമ്പർ, പുതിയൊരു സെൽ ഉണ്ടായതിനു ശേഷം ക്രോമസോമൽ നമ്പർ പകുതിയാവും. ഇവർ തമ്മിൽ ആ ജനറ്റിക് മെറ്റീരിയൽ എല്ലാം എക്സ്ചേഞ്ച് ചെയ്തതിന് ശേഷം അങ്ങനെ ആവുന്നുള്ളൂ എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഒരു വ്യത്യാസം. ബാക്കി നമ്മൾ പറയുന്ന കാര്യങ്ങളെല്ലാം സെയിം ആണ്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് 2 മിയോട്ടിക് ഡിവിഷന്റെ ഇടയിൽ വരുന്ന ഒരു സ്റ്റേജിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇന്റർകൈനസിസ്. ഓക്കെ, അതായത് മിയോട്ടിക് ഡിവിഷൻസിന്റെ ഇടയിൽ വരുന്ന സ്റ്റേജ് ഇന്റർകൈനസിസ് കഴിഞ്ഞതിന് ശേഷമാണ് പ്രൊഫേസ് 2 സെല്ല് കടക്കുന്നത് കേട്ടോ. അപ്പൊ മിയോസിസ് 1 ടീലോഫേസ് 1 ശേഷം ഒരു ഇന്റർകൈനസിസ് കഴിഞ്ഞിട്ടാണ് പ്രൊഫേസ് 2 സെല്ല് കിടക്കുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു മിയോസിസ് 2 എന്ന് പറയുന്നത് മൈറ്റോസിസിന് സമമാണ്, സിമിലർ ആണ്. പക്ഷെ എന്താ ഇവിടെ വ്യത്യാസം എന്താ, നമുക്കറിയാം ടീലോഫേസ് 1 ശേഷം നമുക്കൊരു ഡയോഡ് ഓഫ് സെൽസ് ആണ് കിട്ടിയത് കണ്ടോ, 2 അപ്പൊ ഇതിന് രണ്ടിനും എന്ത് സംഭവിക്കുന്നുണ്ട്, ഡിവിഷൻ സംഭവിക്കുന്നുണ്ട്. അപ്പൊ ടോട്ടൽ നമുക്ക് കണ്ടോ 4 എണ്ണം കിട്ടുന്നുണ്ട് ടീലോഫേസ് 2 കഴിയുമ്പോഴേക്കും. ഇത് എന്ത് തന്നെയാണ് സംഭവിക്കുന്നത്, നമ്മൾ നേരത്തെ പറഞ്ഞ മൈറ്റോസിസ് തന്നെ. പ്രോഫേസ് കണ്ടോ, മെറ്റാഫേസ്,
അനാഫേസ്, അതായത് മെറ്റാഫേസിൽ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഈ ഒരു ഇക്വേറ്ററിലേക്ക് വന്ന് അനാഫേസിലേക്ക് പോൾസിലേക്ക് പോയി പിന്നെ ഡിവൈഡ് ചെയ്യുന്നു. കണ്ടോ? ഈ രീതിയിൽ ടീലോഫേസ് 2 ആകുമ്പോഴേക്കും 4 സെറ്റ്സ് നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ ക്രോമസോംസ് ഹാഫ് ആകുന്നുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ കാണിച്ചിരിക്കുന്നത്. ഇനി റീപ്രൊഡക്ഷന്റെ സമയത്ത് ഇതേപോലുള്ള 2 സെൽസ് ജോയിൻ ചെയ്യും. അങ്ങനെ ജോയിൻ ചെയ്യുമ്പോൾ പാരന്റിൽ ഉണ്ടായിരുന്ന അതേ ക്രോമസോംസ് തന്നെ ആ ഒരു എന്താ പറയാ ഓഫ് സ്പ്രിങ്ങിലേക്കും റിട്ടൈൻ ചെയ്യും എന്നുള്ളതാണ്. അതാണ് മിയോസിസിന്റെ ആ ഒരു സിഗ്നിഫിക്കൻസ്. മിയോസിസിന്റെ ഇമ്പോർട്ടൻസ് വരുന്നത് അവിടെയാണ്. പാരന്റ്സിൽ എത്ര ക്രോമസോംസ് ഉണ്ടായിരുന്നു അതേ ക്രോമസോംസ് തന്നെ അവരുടെ ഓഫ് സ്പ്രിങ്ങിലേക്കും എത്തിക്കുന്നു. അതിനാണ് മിയോസിസിൽ നമ്മൾ ക്രോമസോംസ് ഹാഫ് ആക്കിയതിന് ശേഷം, ഡിവിഷൻ നടന്നതിന് ശേഷം സെൽസ് ഗാമേറ്റ്സ് ഫ്യൂസ് ചെയ്യുന്നത് അങ്ങനെയാണ് കേട്ടോ. അതേപോലെ ആ ക്രോസിംഗ് ഓവർ എന്ന് പറയുന്ന പ്രോസസ്സും വളരെ പ്രധാനപ്പെട്ട ഒരു പ്രോസസ്സാണ്. ജനറ്റിക് മെറ്റീരിയൽസ് എക്സ്ചേഞ്ച് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സാണ് ഈ ക്രോസിംഗ് ഓവർ എന്ന് പറയുന്നത്. അത് നടന്നാൽ മാത്രമേ ക്യാരക്ടേഴ്സ് മിക്സ് ആവുകയുള്ളൂ കേട്ടോ. അപ്പൊ ഇത്രയും സ്റ്റേജസ് ആണ് ഈ ഒരു സെൽ സൈക്കിളിൽ വരുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു ഫേസസും അതിൽ നടക്കുന്ന പ്രോസസ്സുകളും എല്ലാം കൃത്യമായിട്ട് തന്നെ പഠിക്കാം. തുടക്കത്തിൽ നമ്മൾ ആദ്യമായിട്ട് പഠിക്കുമ്പോൾ ഒരു ഇത്തിരി കൺഫ്യൂഷൻ ഉണ്ടെന്നുള്ളൂ. പക്ഷെ നമ്മൾ ഈ സ്റ്റേജസ് എല്ലാം വിഷ്വലൈസ് ചെയ്തുകൊണ്ട് പഠിച്ചു കഴിഞ്ഞാൽ എളുപ്പത്തിൽ പഠിക്കാം. അതുകൊണ്ട് ഈ ഒരു ടോപ്പിക് നിങ്ങൾ എന്തായാലും പഠിക്കാം. ഓക്കെ, നിങ്ങൾക്ക് ക്ലാസ്സസ് ഇഷ്ടാവുന്നുണ്ടെങ്കിൽ അത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ ഫ്രീ ക്ലാസ്സസ് ഒക്കെ കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. നിങ്ങളുടെ ഫീഡ്ബാക്സ് എല്ലാം കമന്റ്സിൽ അറിയിക്കുക. അപ്പൊ നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ, താങ്ക് യു.